ഉപമാനങ്ങളില്ലാത്ത വ്യക്തിയാണ് മലങ്കരയിലെ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്. അദ്ദേഹം ആരാണെന്ന ചോദ്യത്തേക്കാൾ ആരല്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് പ്രയാസം. മാവേലിക്കരയിലുള്ള സുപ്രസിദ്ധവും അതിപുരാതനവുമായ പണിക്കര് വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മയുടെയും അരുമ സന്താനമായി 1882 സെപ്റ്റംബർ 21 മാർ ഇവാനിയോസ് പിതാവ് ഭൂജാതനായി. അനേക തലമുറകളായി മാതൃകുടുംബത്തിൽ പുരുഷ സന്താനങ്ങളില്ലാതിരുന്നതിനാൽ ഒരാൺകുഞ്ഞിനായി ദൈവഭക്തയായ അന്നാമ്മ ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അന്നാമ്മയുടെ കണ്ണുനീർ കന്യകാമറിയത്തിന്റെ ഹൃദയത്തിൽ ഇറ്റിറ്റു വീണു. തൽഫലമായി ദൈവമാതാവിന്റെ ജനന പെരുന്നാളിൽ തന്നെ ഒരു ഓമന ശിശുവിനെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. ആയുഷ്കാലം മറിയ ഭക്തനായി ജീവിച്ച മാർ ഇവാനിയോസ് പിതാവ് ജനിച്ചത് മാതാവിന്റെ പിറവി തിരുനാളിലും ശമ്മാശപട്ടം സ്വീകരിച്ചത് ദൈവമാതാവിന്റെ പുകഴ്ചയുടെ ദിവസവും വൈദികനായത് കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ ദിവസവും സ്വർഗഭാഗ്യം പ്രാപിച്ചത് കർമ്മല മാതാവിന്റെ പെരുന്നാളിന്റെ തലേ രാത്രിയിലുമായിരുന്നു എന്നത് ചരിത്രത്തിലെ വിസ്മയം. പിതൃസഹോദരനായ പണിക്കര് വീട്ടിൽ തര്യത്ത് സ്കറിയാപ്പണിക്കർ കത്തനാർ പുതിയകാവ് യാക്കോബായ ദേവാലയത്തിൽ വെച്ച് ശിശുവിന് ജ്ഞാനസ്നാനം നൽകുകയും തോമാ പണിക്കരുടെ ജ്യേഷ്ഠ സഹോദരനായ ഗീവർഗീസ് പണിക്കർ കുഞ്ഞിനെ തലതൊട്ട് വാങ്ങുകയും ഗീവർഗീസ് എന്ന നാമധേയം നൽകുകയും ചെയ്തു. അങ്ങനെ കൊച്ചു ഗീവറീച്ചൻ എന്ന ഓമനപ്പേരിൽ മാർ ഇവാനിയോസ് ബാല്യത്തിൽ അറിയപ്പെട്ടു. മാവേലിക്കര പുതിയകാവ് പള്ളിയോട് ചേർന്നുള്ള ദാവീദാശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ 5-ാമത്തെ വയസ്സിൽ എഴുത്തിനിരുന്നു. ഗീവറീച്ചൻ 12 വയസ്സുവരെ സ്വവസതിയിൽ താമസിച്ച് ഗ്രാമീണ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠനത്തിൽ ഒന്നാമനായിരുന്ന മകനെ ഉപരിവിദ്യാഭ്യാസത്തിനായി പിതാവ് തോമാ പണിക്കർ വീടിനടുത്തുള്ള CMS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. എന്നാൽ മലങ്കരയിലെ പിന്നീട് പരിശുദ്ധനായ പരുമല മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ നിർദ്ദേശാനുസരണം മാവേലിക്കര കോട്ടയ്ക്കകത്തുള്ള സർക്കാർ വക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ബാലനെ മാറ്റുകയുണ്ടായി. അവിടെ നിന്നും 4-ാം ഫോറത്തിൽ വിജയിയായ ബാലനെ സഭാ ശുശ്രൂഷകൾക്കും ഉപരിപഠനത്തിനുമായി കോട്ടയം MD സെമിനാരിയിലേക്ക് അയക്കുകയും പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസിനൊപ്പം താമസിച്ച് MD ഹൈസ്കൂളിൽ 5th ഫോറത്തിൽ ചേർന്ന് പഠനം തുടരുകയുമുണ്ടായി. അങ്ങനെ PT വർഗീസ് എന്ന ഗീവറീച്ചൻ അന്ന് MD സ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്ന KC മാമൻ മാപ്പിളയ്ക്ക് അരുമ ശിഷ്യനായി. പ്രശസ്തമായ നിലയിൽ മെട്രിക്കുലേഷൻ പാസായ PT ഗീവർഗീസിന് 1074 ധനു 26 പുത്തൻകാവ് പള്ളിയിൽ വെച്ച് പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസിസ് മെത്രാപ്പോലീത്ത ശമ്മാശപട്ടം നൽകുകയുണ്ടായി. കോട്ടയം CMS കോളേജിൽ 2 വർഷം പഠിച്ച FA പരീക്ഷ പാസായ ശമ്മാശനെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ BAക്ക് പഠിപ്പിക്കുവാൻ പുലിക്കോട്ടിൽ തിരുമേനി തീരുമാനിച്ചു. 2 വർഷം കൊണ്ട് പ്രശസ്തമായ നിലയിൽ BA പാസായ PT ഗീവർഗീസ് പുലിക്കോട്ടിൽ തിരുമേനിയുടെ പ്രത്യേക താൽപര്യത്താൽ MAക്ക് ചേർന്നു. കേരളക്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളിൽ ആദ്യമായി MA ബിരുദവും കരസ്ഥമാക്കിയ അദ്ദേഹം താൻ പഠിച്ചിറങ്ങിയ കോട്ടയം MD സെമിനാരിയുടെ പ്രിൻസിപ്പലായി നിയമിതനായി. ഈ സമയങ്ങളിൽ ശമ്മാശനായിരുന്ന PT ഗീവർഗീസ് പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് കൂദാശകളെപ്പറ്റി പ്രസംഗിച്ചതിനാൽ കൂദാശ ശമ്മാശൻ എന്നും അറിയപ്പെട്ടു. MD ഹൈസ്കൂൾ പ്രിൻസിപ്പലായി പ്രശോഭിച്ചിരുന്ന PT ഗീവർഗീസ് ശമ്മാശനെ 1908 ഓഗസ്റ്റ് 15 പരുമൽ സെമിനാരിയിൽ വെച്ച് പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസിന്റെ സാന്നിധ്യത്തിൽ വട്ടശ്ശേരിൽ മെത്രാപ്പോലീത്ത വൈദിക പട്ടം നൽകുകയുണ്ടായി. അങ്ങനെ ഫാദർ PT വർഗീസ് എന്നും MA അച്ഛനെന്നും അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടു. മാവേലിക്കരയിലെ ഒരു കൊച്ചു സ്ഥലത്ത് ജനിച്ചു. എന്നാൽ അതിപുരാതനമായ ഒരു കുടുംബ പശ്ചാത്തലം, അതിന്റെ പൗരാണികതയിലും അതിന്റെ ആഢ്യഭാവത്തിലും ദേശത്തുള്ള സമൂഹവുമായുള്ള അവരുടെ പ്രതിബദ്ധതയിലുമെല്ലാം
നിറഞ്ഞു നിന്ന ഒരു ബാല്യകാലം, പരിശീലനം സ്കൂളിൽ, വൈദിക സെമിനറിയിൽ, അതിപ്രശസ്തനും പ്രഗത്ഭനുമായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഒരു വലിയ അനുഗ്രഹ പൈതൃകം എപ്പോഴും കൂടെയിരുന്ന അനുഭവം, MD സെമിനാരിയുടെ പ്രിൻസിപ്പലായി ചുമതല ഏൽക്കുക, ഷമ്മാശനായിരിക്കുമ്പോൾ തന്നെ മലങ്കര സഭ മുഴുവൻ നിറഞ്ഞു നിന്ന പ്രഘോഷകനായിരിക്കുക, സഭയിലെ ശുശ്രൂഷകൾക്ക് ഒരു വലിയ പ്രേക്ഷിത ഭാവം ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഒരു ആദ്യത്തെ മലങ്കരയിലെ MA ബിരുദധാരിയായ വൈദികൻ, പ്രശസ്തമായ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക വൃത്തി മലങ്കരയിലെ ഏതൊരു വൈദികനും ഏതൊരു അൽമായനും സ്വപ്നമായി അവശേഷിച്ചു നിൽക്കുന്ന ഒരു കാര്യത്ത് ആ മണ്ണിൽ തൊട്ടു നിൽക്കുവാൻ സെറാംപൂരിലെ പ്രൊഫസറായ MA അച്ഛന് അന്ന് സാധിച്ചു. ഇതേ സമയം കലഹകലുഷിതമായ യാക്കോബായ സഭയിലെ കാതോലിക്ക സിംഹാസന സ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഖ്യാതി ദേശാന്തരങ്ങളിലേക്കും വളർന്നു. മലങ്കര സുറിയാനി സമുദായത്തിലെ ദ്വന്ദ്വയുദ്ധങ്ങൾ, തമ്മിലുണ്ടായിരുന്ന തൊഴുത്തിൽ കുത്ത്, അനർഹമായ വ്യാമോഹം, സ്വാർത്ഥപരമായ അഭിവാഞ്ച എന്നിവയെല്ലാം കൂടി പഴയ സെമിനാരിയുടെ മുറ്റത്ത് രക്തം കൊണ്ട് കുളിപ്പിച്ചല്ലോ എന്ന് MA അച്ഛൻ വിഷാദിച്ചു. സഭാവഴക്കുകൾ ശമിക്കാതെയായപ്പോൾ ആ യുവവൈദികന്റെ നെഞ്ചകം നുറുങ്ങുകയായിരുന്നു. അന്ന് മലങ്കര സഭയുടെ അമരക്കാരനായിരുന്ന വട്ടശ്ശേരിൽ തിരുമേനിയുടെ വലങ്കയ്യായ MA അച്ഛന് അധികാരത്തിന്റെ അത്യുന്നതങ്ങൾ അനായാസം കീഴടക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ടും ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് അന്നത്തെ മലങ്കര സഭയുടെ ഉന്നമനത്തിനായി സേവനത്തിന്റെ ചിറകുകൾ വിടർത്തി സെറാംപൂരിലേക്ക് പറക്കുവാനായിരുന്നു ആ മഹാത്മാവിന്റെ ഇംഗിതം. പടിയിറക്കത്തിന്റെ മറ്റൊരു ത്യാഗമുഖമായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. 1911 മാർ യോവാനിയോസ് തിരുമേനി ആദ്യമായിട്ട് സെറാംപൂരിലേക്ക് പോകാനിടയായ സംഭവം ഉണ്ടാകുന്നത്. അമേരിക്കക്കാരനായ ഡോക്ടർ RJ മോട്ടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം പോയിരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ക്ഷണം കിട്ടിയതിനാൽ ഇവിടെ നിന്ന് ഏകദേശം 50 യുവാക്കന്മാരാണ് അതിൽ പങ്കെടുത്തത്. അവിടെ ആ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ പോയ വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യോസ് പിതാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ സഹായിയായിട്ടും ദ്വിഭാഷിയുമായിട്ടാണ് ഫാദർ PT ഗീവർഗീസ് പിൽക്കാലത്ത് മാർ യോവാനിയോസ് തിരുമേനി സെറാംപൂരിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വ്യുൽപ്പത്തി കണ്ട സെറാംപൂർ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഹവൽസ് ഈ ഭാഷാ നിപുണനായ വൈദികനെ അവിടെ പ്രൊഫസറായി കിട്ടണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു. എന്നാൽ കോട്ടയത്തെ MD സെമിനാരി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ചിരുന്ന തനിക്ക് അതത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ആദ്യമുണ്ടായത്. എന്നാൽ പിന്നീട് വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യോസ് പിതാവിനെ ഈ ഡോക്ടർ J. ഹവൽസ് സ്വാധീനിക്കുകയും അതുവഴിയായിട്ട് പിന്നീട് സെറാംപൂരിലേക്ക് അദ്ദേഹം പ്രിൻസിപ്പൽ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് അവിടെ എക്കണോമിക്സ് പ്രൊഫസറായിട്ട് പോകുവാൻ ഇടയാവുകയും ചെയ്തു. അവിടെ ചെല്ലുന്ന ആ കാലഘട്ടത്തിൽ അന്ന് അദ്ദേഹത്തിന് ഒരു വലിയ പ്രയോജനം അതുകൊണ്ട് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം MD സെമിനാരി സ്കൂളിൽ ഒരുപക്ഷെ അന്ന് 4 രൂപ മാത്രം പ്രതിമാസം ശമ്പളം പറ്റുന്ന അധ്യാപകർ ആണ് ഉണ്ടായിരുന്നത്. അവർക്കുള്ള ആ ശമ്പളം പോലും കൊടുത്തു തീർക്കുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഏകദേശം ശമ്പളമായിട്ട് 1000 രൂപയും പരീക്ഷ പേപ്പറും മറ്റും നോക്കുന്ന വഴിയിൽ 500 രൂപയും അവിടെ ശമ്പളമായി ലഭിച്ചപ്പോൾ അതുകൊണ്ട് സെറാംപൂർ കോളേജിന്റെ ഒരു വലിയ സഹായം എന്ന നിലയിൽ MD സെമിനാരി സ്കൂളിനെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അതിനുശേഷം ഈ വലിയ തുക കൊണ്ട് കേരളത്തിൽ നിന്നും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ അവിടേക്ക് കൊണ്ടുപോയി ഉപരിപഠനം നൽകുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു. അതിന് കാരണമായത് ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. കാരണം മലങ്കര സഭ എന്താണെന്ന് സെറാംപൂരിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. ഇവിടെ കേസുകളിലും വ്യവഹാരങ്ങളിലും പെട്ട് സഭ ഉഴലുമ്പോൾ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് കിട്ടിയ പ്രേക്ഷിത ദൗത്യം മറന്നുകൊണ്ടുള്ള ഒരു ഗമനമായിരുന്നു അത്. പ്രേക്ഷിത ദൗത്യം മറന്നുപോയതാണ് മലങ്കര സഭയുടെ അധോഗതിക്ക് കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാരണം യൂറോപ്പിൽ നിന്നും മറ്റും മിഷണറിമാർ വടക്കേ ഇന്ത്യയിൽ എത്തിച്ചേർന്ന് വളരെ ഉത്സാഹത്തോടുകൂടി മിഷൻ പ്രവർത്തനം നടത്തുമ്പോൾ മലങ്കര സഭ ആ ദൈവനിയോഗത്തെ മറന്ന് കേസുകളിലും വ്യവഹാരങ്ങളിലും പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധാരാളം ചെറുപ്പക്കാരെ അവിടേക്ക് കൊണ്ടുപോയി അഭ്യസ്തവിദ്യരാക്കി തിരികെ സഭയ്ക്ക് മുതൽക്കൂട്ടാക്കി കൊണ്ടുവരാമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ പിന്നീട് സെറാംപൂരിൽ മാത്രമല്ല കൽക്കട്ട, ജാദവപൂർ, അലഹബാദ്, മദ്രാസ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം ധാരാളം ചെറുപ്പക്കാരെ കൊണ്ടുപോയി പഠിപ്പിക്കുവാനിടയായി. എന്നാൽ വിദ്യാഭ്യാസമുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ടാവുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന്
6 മെത്രാന്മാരും 13 മെൽപ്പാന്മാരും ഓർത്തഡോക്സ് സഭയിൽ വരികയും ചെയ്തിട്ട് പോലും സഭയുടെ ദുർഗതി അവസാനിച്ചില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം നൽകുന്നത് മാത്രം അതിന് കരണീയമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മിഷണറി സമൂഹം സ്ഥാപിച്ചാലോ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെ വെച്ച് നടത്തിയ പഠനങ്ങളും അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തിനികേതൻ, മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനവും കാരണം ഒരു പുതിയ ദർശനത്തിലേക്ക് അദ്ദേഹം വളർന്നു വന്നു. അങ്ങനെ ഒരു സന്യാസ പ്രസ്ഥാനത്തിലൂടെ മാത്രമേ മലങ്കര സഭയുടെ അധോഗതിക്ക് ഒരു പരിഹാരമുണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ ഈ സന്യാസ സമൂഹം പഞ്ചാബ് ദേശത്ത് ഒരിടത്ത് പോയി സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ഇലഞ്ഞിക്കൽ ഇ. ജെ. ജോൺ വക്കീൽ, മലയാള മനോരമയുടെ സ്ഥാപക നേതാവായിരുന്ന കണ്ടത്തിൽ KC മാമൻ മാപ്പിള തുടങ്ങിയ അൽമായ പ്രമുഖരുടെ നിർബന്ധം കാരണം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ നിന്നും സെറാംപൂരിൽ നിന്ന് ആർജിച്ചെടുത്ത വലിയ പരിചയത്തോടുകൂടിയും അനുഭവ സമ്പത്തോടും കൂടിയും അദ്ദേഹം മലങ്കരയിൽ മടങ്ങിയെത്തി ബഥനി സന്യാസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. സെറാംപൂരിലെ അധ്യാപന ജീവിതത്തിനിടയിൽ ധാരാളം യുവാക്കളെ കേരളക്കരയിൽ നിന്നും കൽക്കട്ടയിൽ പഠിപ്പിക്കുന്നതിനും അതേസമയം സ്ത്രീത്വത്തിന്റെ ശാക്തീകരണത്തിലൂടെ മാത്രം സമൂഹം വളരുകയുള്ളൂ എന്നുമുള്ള ചിന്ത മലങ്കരയിലെ മിടുക്കരായ യുവതികളെ ബാരിസോളിലെ മദർ ഈഡിത്തിന്റെ അടുത്തെത്തിക്കുന്നതിനും അങ്ങനെ ഉപരിപഠനത്തിന്റെ കിട്ടാക്കനികൾ മലങ്കരയിലെ യുവതീ യുവാക്കന്മാർക്ക് ലഭ്യമാക്കുന്നതിനും ആ ധീരനായ വൈദികനെ കൊണ്ട് സാധിച്ചു. ഉന്നതമായ പ്രൊഫസർഷിപ്പ് കൂടുതൽ തുറവിയിലേക്ക് മാർ ഇവാനിയോസ് തിരുമേനിയെ ഒരുക്കി. ടാഗോറിന്റെയും മഹാത്മജിയുടെയും സാമീപ്യമുള്ള ഇഷ്ടപ്രദേശങ്ങളിലും ഗുരുകുല പ്രദേശങ്ങളിലും കയറിയിറങ്ങുവാൻ തിരുമനസ്സിന് സാധിച്ചത് പിൽക്കാലത്ത് മഹർഷിതുല്യമായ ജീവിതം നയിക്കുന്നതിനും ഭാരതീയ സന്യാസത്തിന്റെ ആഭിമുഖ്യം ക്രൈസ്തവ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നതിനുമെല്ലാം ഏറെ സഹായകരമായിട്ടുണ്ട്. പൊടുന്നനവേ സന്യാസ പദവി ആഗ്രഹിക്കുന്നു. ഈ പ്രൊഫസർ ഉദ്യോഗം വേണ്ട എന്ന് വയ്ക്കുന്നു. മുണ്ടൻമലയിൽ പർണശാല കിട്ടുന്നു. സഹസന്യാസികളെ ഒരുക്കുന്നു. ശാരീരിക കഠിനാധ്വാനം ചെയ്യുന്നു. ആത്മീയ പ്രാർത്ഥനകൾ ചെലവഴിക്കുന്നു. മലങ്കര സഭ മുഴുവൻ ആത്മീയമായ ഒരു വിപ്ലവത്തിനുള്ള വഴി മാർ ഇവാനിയോസ് എന്ന അത്ഭുത മനുഷ്യനെ ഒരുക്കുകയാണ്. മെത്രാനസ്ഥാനം സ്വീകരിക്കുന്നു സന്യാസത്തിനു വേണ്ടി, സന്യാസത്തിലൂടെ സഭയെ നവീകരിക്കുന്നതിന് വേണ്ടി. ദൈവദാസനായ മാർ ഇവാനിയോസ് തിരുമേനി 1925 സെപ്റ്റംബർ മാസം 8-ാം തീയതി ബഥനി മിശിഹാനുകരണ സന്യാസിനിയ സമൂഹത്തിന് ആരംഭം കുറിച്ചു. ബഥനിയിലെ ആദ്യത്തെ 3 അംഗങ്ങളായ മദർ ഷൈന, മദർ ഹൂബ, മദർ ദനഹ എന്നീ സന്യാസിനിമാരുടെ വ്രതവാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് പിതാവ് ബഥനിയിൽ ആദ്യമായി ഒരു സന്യാസ സമൂഹത്തിന് രൂപം നൽകി. ബഥനി ഇന്ന് 5 പ്രൊവിൻസുകളായി വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും സേവനവും തന്റെ ശുശ്രൂഷയും നിർവഹിക്കുന്നു. ദൈവ സമ്പാദനം ദൈവസേവനത്തേക്കാൾ പ്രധാനം എന്നുള്ള വന്യപിതാവിന്റെ ആ വലിയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ബഥനി സന്യാസിനി സമൂഹാംഗങ്ങൾ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു. വലിയ പ്രേക്ഷിതവരനായിരുന്ന ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ആഗ്രഹത്തിനിണങ്ങത്തക്ക വിധത്തിൽ പാലാരൂപതയിൽ നിന്നും ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛൻ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. പ്രേക്ഷിത തീക്ഷ്ണതയുടെ വലിയ ഉൾക്കാഴ്ചയുണ്ടായിരുന്ന മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ വഴി മാർത്താണ്ഡത്ത് 1938 മേരി കല്ലറയ്ക്കൽ, ഏലിയാമ്മ വടക്കൻ, ശോശാമ്മ കൊച്ചുകാലായിൽ എന്ന് 3 പേരോടുകൂടി മേരി മക്കൾ സമൂഹം ആരംഭിച്ചു. സമൂഹത്തിന്റെ ആരംഭത്തിന് ശേഷം 75 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഏതാണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി 1050ഓളം സിസ്റ്റേഴ്സ് 6 പ്രോവിൻസുകളിലായി
ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ കത്തോലിക്ക സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് ആനയിക്കുന്നതിനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനുമായി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പെരുനാട് മുണ്ടൻമലയിൽ സ്ഥാപിച്ച ബഥനിയും സന്യാസവുമായി എം.എ. അച്ഛൻ തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ